ഗായ്സ്, വെൽക്കം ബാക്ക് ടു സഹകുടുംബം വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പുറകിലാണ് നിൽക്കുന്നതെന്ന് കണ്ടോ? അമ്മ രാവിലെ പുളി വെറുക്കാട്ടോ. നമുക്കിവിടെ പുളിമരമുണ്ട്. ഇത് നമ്മുടെ കണ്ടത്തറമ്പാ. കണ്ടോ എന്ത് രസമാണ് കാണാനെന്നറിയാവോ? അമ്മേ, പുളിയൊക്കെ ഉണ്ടോ അമ്മേ? ഉണ്ടോ? വെള്ളത്തിലൊക്കെ ഇറങ്ങി നമ്മ പുളി വെറുക്കുന്നത്. എഴുന്നേറ്റതേ ഉള്ളൂ. ഇന്ന് എന്നാ ഭാരത് ബന്ധം അല്ലേ? അങ്ങനെ അതെ, ആർക്കും പോകണ്ട. എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ? വെട്ടി തുറന്നു നോക്കാനായിട്ട്. ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു. മുഴുവൻ വെള്ളപ്പൊക്ക സമയത്ത് പോയി. ഇപ്പം കുറച്ചൊക്കെ കിട്ടി. എന്നാലും ഞങ്ങളുടെ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ ജാക്കി ചേട്ടൻ, ഞങ്ങൾക്ക് 3 പട്ടിക്കുട്ടികളുണ്ട്. റാംബോ, റാണി, ജാക്കി. ഫാമിലിയാണ്. റാംബോയുടെ ഭാര്യയാണ് റാണി. റാണിയുടെ റാംബോയുടെയും കുഞ്ഞാണ് ജാക്കി. അപ്പം അവരെ 3 പേരും നമ്മൾ അഴിച്ചിപ്പം വിട്ടിരിക്കുവാണ്. റാണിയും റാംബോയും കെട്ടിയിട്ടുണ്ട്, ജാക്കിയെ കെട്ടിയിട്ടില്ല. ജാക്കി അതിലമ്പഴി എല്ലാം ഇങ്ങനെ ഓടിച്ചാടി നടക്കും. ജാക്കി കൂട്ടൻ നമ്മളെ സഹായിക്കുന്നതാണ് അവൻ. പെറുക്കി തരും. നമ്മളിങ്ങനെ ഈ പുളിയെല്ലാം ഇവിടുന്നെല്ലാം പെറുക്കി കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോയി മുറിച്ച് ചേറിലിട്ട് ഉണങ്ങേണ്ട സമയമൊക്കെ ആയി കഴിഞ്ഞു. അതെ, ഇന്നൊത്തിരി താമസിച്ചു. ഹായ്, എന്ത് രസമുള്ള വ്യൂസൊക്കെയാണ്. മേഘങ്ങളൊക്കെ കണ്ടോ? മൈൻഡ് ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവാൻ ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ട് നിന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഇതോ നിൽക്കുന്നതാണ് നമ്മുടെ റാണിയമ്മ. റാണിമോളേ, റാണിപ്പെണ്ണേ കണ്ടോ? റാണിപ്പെണ്ണിനെ കണ്ടോ? അവിടെ റാംബോ ചേട്ടനെ പൊക്കത്താണ് കിട്ടിയേക്കുന്നത്. റാംബോജോ, ഇതാണ് നമ്മുടെ റാംബോ. റാംബോ എന്തിനെയോ അവിടെ കണ്ടിട്ടുണ്ട്. അതാണ് റാംബോ അവിടെ നോക്കി കുരയ്ക്കുന്നത്. നമുക്കിന്ന് ഇത്രയും പുളി കിട്ടി. ചില ദിവസങ്ങൾ ഇച്ചിരി കൂടെ കിട്ടും, ചില ദിവസം കുറവായിരിക്കും. പുളിയെ കിടപ്പുണ്ട്, നമ്മുടെ മരത്തെ കിടപ്പുണ്ട് പുളി പറയും മരത്തൊക്കെ. ഇന്നെന്നാ വെള്ളമായുണ്ട്, നമുക്ക് ഇറങ്ങാൻ പറ്റും. ഭയങ്കര വെള്ളമായിരുന്നു ഇപ്രാവശ്യം ഞങ്ങളുടെ ഇവിടെ എല്ലാം. എന്നാലും കുഴപ്പമില്ല. മെനക്കേടാ അതിനോട് കൊണ്ടുപോയി. അവിടെ കണ്ണൊക്കെ ചെറുതായിട്ടിരിക്കും, പല്ല് പോലും തേച്ചിട്ടില്ല ഞങ്ങൾ. എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും 5:30 എഴുന്നേക്കുന്ന ഞാൻ ഇന്നിപ്പോൾ എഴുന്നേറ്റ് ഇത്രയും ദിവസം താമസിച്ചു. ഭാരത് ബന്ധോ ബന്ധ അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു. ചേർ നേരം കിടന്ന് ഉറങ്ങാൻ പറ്റി. ഉറങ്ങാൻ പറ്റാ ചെറുക്കൻ എന്നെ എഴുതിപ്പിച്ച് വിടത്തില്ല. ആണെന്ന് അവൻ സമ്മതിക്കത്തില്ല. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന വെച്ചാ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രാവിലത്തെ പണികൾ ഫുള്ള് കിടക്കുക. ഉച്ചക്കത്തെ ഒന്നും ആയില്ല, ഒന്നും ചെയ്തില്ല. ജസ്റ്റ് എഴുന്നേറ്റ് പുളി പെറുക്കാൻ ഇങ്ങോട്ട് പോന്നു. ജാക്കിയേ മതി, ബാ, പുളിയൊക്കെ പെറുക്കി കഴിഞ്ഞു. പോയോ വായോ. കണ്ടോ ജാക്കിയുടെ വിചാരം പുളി എന്തോ ഭയങ്കര സംഭവമാണെന്ന്. കണ്ടോ? ജാക്കി കളിക്കാൻ അമ്മ ഒരു പുളി കൊടുത്തു. ആ പുളി ഇനി അവൻ കണ്ടെത്തി കൊണ്ടുപോയിടും. എടുത്തോണ്ട് പാടാതെ. ജാക്കിയും റാംബോയും തമ്മിൽ യുദ്ധം നടക്കാൻ പോവാണ്. ഗ്യാപ്പിൽ പോയി ഞാൻ ഗേറ്റ് അടയ്ക്കട്ടെ, ഇല്ലെങ്കിൽ കുഞ്ഞവിടെ ഉള്ളതല്ലേ. അനന്തു എല്ലാവർക്കും പട്ടിക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ അനന്തുവിൻ്റെ പങ്ക് കഴിക്കാൻ വരുന്നവരാണ് രണ്ടെണ്ണം, 2 കാക്കക്കുട്ടന്മാർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ജാക്കിയുടെ കൂട്ടുകാരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജാക്കി ഉണ്ടായ സമയം തൊട്ട് തേണ്ട ഇത്രയും കാക്കകൾ ഇവിടെ വരും നമ്മൾ കൊടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ പങ്ക് കഴിക്കാൻ. ഹായ്, എന്തൊരു സന്തോഷം. ഇന്നത്തെ ആദ്യത്തെ പരിപാടി ഞങ്ങൾക്ക് പുളിമുറുക്കലായിരുന്നു. കണ്ടോ? ഇനി ഇവിടെ തൊട്ടങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് പണി. ഇപ്പം അടുക്കള കയറി കഴിഞ്ഞ് എപ്പോഴും ഇറങ്ങുന്നെന്ന് അറിയത്തില്ല. അതെ, എല്ലാവർക്കും വായോ, നമുക്കും പോയി പണിയെടുക്കാം. അതെ, എല്ലാവരും ഓടി വാ. ഇപ്പം കണ്ടോ, ഇത്ര ഏരിയയിൽ ഞങ്ങൾക്ക് വെയിലില്ല. ഇത്ര ഏരിയയിൽ ഞങ്ങൾക്ക് വെയിലുള്ളൂ. ഞാനിവിടെ എപ്പോഴും പറയും, അയയുള്ളിടത്ത് വെയിലില്ല, വെയിലുള്ളിടത്ത് അയയില്ല എന്ന്. ഇത് അയയല്ല കേട്ടോ, ഇത് അമ്മയുടെ പടവലത്തിൻ്റെയും പാവലിൻ്റെയും ഒക്കെ വള്ളി കയറി പോകാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്നത്. എന്നാൽ ഞാനിത് അയയാക്കുകയും ചെയ്യും. എടുത്തുകൊണ്ട് വന്ന പുളിയെല്ലാം അമ്മ അടുപ്പിൻ്റെ മേളിൽ ഇങ്ങനെ 2 തട്ടായിട്ട് അടുക്കി വെക്കും. ആവി പുകയൊക്കെ കൊണ്ട് അത് മുഴുവനും. ഏതാ 2 ദിവസമായ പുളിയാണ് മേളിൽ കിടക്കുന്നത്. ചിലതൊക്കെ ആയതൊക്കെ നമ്മളെടുത്തൊരു ടിന്നിനകത്താക്കി വെച്ചിട്ടുണ്ടല്ലേ. അതെ, നമ്മുടെ ആവശ്യത്തിനുള്ള പുളി കിട്ടും കേട്ടോ. വേറെ നമുക്ക് പുറത്തോട്ട് കൊടുക്കാനായിട്ടൊന്നും ഉള്ള പുളി ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ തരാമായിരുന്നല്ലേ അമ്മേ. കണ്ടോ, താഴെ കണ്ടോ, നമ്മൾ കഞ്ഞി ഇട്ടേക്കുവാ അടുപ്പത്ത്. അപ്പം അതിൻ്റെ തീയുടെയും പുകയുടെയും ചൂട് കൊണ്ടിട്ട് വെള്ളോട്ടായി
അത് അവിടെ കിടന്നിങ്ങനെ ഉണങ്ങി കറുത്തോളും. ഇതിന്റെ മേളിൽ കയറി നിൽക്കുവോ ഞാനിതെല്ലാം ഉണങ്ങാൻ വേണ്ടി ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം പെറുക്കിയിട്ട് ഇനി ഇതെല്ലാം പെറുക്കി മേളിൽ കയറ്റണം. എന്നിട്ട് ഇതെല്ലാം പെറുക്കി വീണ്ടും എടുക്കണം. പുളി ഉണക്കെന്ന് പറയുന്നത് എത്ര കുഞ്ഞു കാര്യമൊന്നും അല്ല മക്കളെ, ഇച്ചിരി ബുദ്ധിമുട്ടായത്. പുളിയുള്ളവർക്കൊക്കെ അറിയാം അതിൻ്റെ ഇത്. നിങ്ങൾക്കൊക്കെ പുളി ഉണ്ടോ? ഇനിയിപ്പം എടുത്തെത്ര നമ്മൾ ഇതിലോട്ട് ഞാൻ എടുത്തു കണ്ടോ. നമ്മുടെ പുളി ഉണങ്ങി പുളി ആയതാണ്, അതായത് കുടംപുളി ഉണങ്ങിയത്. ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് വെയിലത്ത് വെച്ചാൽ കൊള്ളാം, ചൂടാവും ഒന്നും കൂടെ. അതെ. ഇനിയും അതായത് അവിടെ ചാക്കശാല മുറിച്ചിട്ടിട്ടുണ്ട്, ഇനി അതെല്ലാം എടുത്ത് ഇതിന് മേളിൽ കയറ്റണം. ഇത് കഴിഞ്ഞ് പണികളെല്ലാം കിടക്കുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് കേട്ടോ. ബാക്കി പുറകെ കാണിക്കാം. ഏത് കണ്ടോ കുളിക്കാൻ എടുത്തിരിക്കുന്ന കേശു. ഹൈ ഹൈ. ഏട്ടനാണ് റാണിയെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുവാണ്. അതോടാ വത്താനും പറയുന്നു. അയ്യോ ഇല്ല 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 ഇല്ല, റാണിക്ക് വിഷമായോ? ഞങ്ങളുടെ കുണ്ണുമാവെ കണ്ടോ. ഞങ്ങൾ മൊത്തം എണ്ണയൊക്കെ പേരട്ടി ഞങ്ങളിപ്പം നല്ല ശുക്കുടുമണിയായിട്ട് കിടക്കുവാണ്. ഇനി ഞങ്ങൾ കുറച്ച് നേരം എണ്ണയൊക്കെ പിടിക്കണം. ഞങ്ങൾ കുളിച്ചിട്ടുള്ളൂ. അച്ചമ്മയാണ് കുളിപ്പിക്കുന്നത്. അണ്ടേ അതെ, പൊന്നും കുളിക്കും. ആണ്ട ഏട്ടാപ്പൂ പിടിച്ചേക്കുന്നുണ്ട്, രണ്ടും ഒരേ ഫ്രെയിമിൽ. അവന് മനസ്സിലായി കേട്ടോ, അവന്റെ കുളിപ്പിക്കുന്ന എടുക്കുവാണ്. എല്ലാരും വീഡിയോ കാണണമെന്ന് പറ. എല്ലാരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ. കാണിക്കുന്നുണ്ട് കേട്ടോ, എല്ലാരും കണ്ടോളാം നിങ്ങളുടെ വീഡിയോ. യേശു റാണിമോളെ കുളിപ്പിക്കുകയാണ്. ഏട്ടന്റെ പ്രിയപ്പെട്ടവൾ, ജീവന്റെ ജീവൻ. റാണിമോടെ കുളി കഴിഞ്ഞു. ഇനി നമുക്ക് റാംബോയും ജാക്കിയും ഉണ്ട് കുളിക്കാനായിട്ട്. റാണി കഴിഞ്ഞതേണ്ടി ഇപ്പം നമ്മുടെ ജാക്കിപ്പനെയാണ് കുളിപ്പിക്കുന്നത്. ജാക്കിച്ചായനെ, ജാക്കിയേ. എല്ലാവർക്കും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങളുടെ പട്ടിക്കുട്ടന്മാർക്കൊക്കെ. നിങ്ങളുടെയൊക്കെയോ? ഇനി അടുത്ത നമ്മുടെ റാംബോ ചേട്ടനെയാണ് കുളിപ്പിക്കുന്നത്. കുളിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് റാംബോ. പണ്ട് നേരത്തെ ഇവരെ പൊക്കത്താട്ടോ കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ താഴെയാണ് കെട്ടുന്നത്. ഹൈ 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 ഹായ്. കണ്ടോ, അവൻ കയറി നിന്നോളൂ അവിടെ. കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് റാംബോ. അപ്പം ഉച്ച സമയമായി. അപ്പം ഇനി ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കാനാണ്. അപ്പം നമ്മൾ രാവിലെ ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റെന്ന് പറഞ്ഞാലും നമ്മുടെ ഉച്ചയ്ക്കത്തേക്കിനുള്ളതൊക്കെ ഏകദേശം എല്ലാം സമയമായപ്പോഴത്തേക്കിനും റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറെടുത്തു. ചോറിൻ്റെ വിഭവങ്ങളൊക്കെ ഏകദേശം നമ്മൾ മറ്റേ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇനി ചോറുണ്ണാം. അമ്മ ചോറുണ്ണാൻ പോകുന്നില്ല. അപ്പം ഞാൻ ആദ്യം ചോറുണ്ണും, കാരണം കുഞ്ഞിൻ്റെ അടുത്ത് ആൾ വേണമല്ലോ. അപ്പം ഞാൻ കഴിച്ചിട്ട് ഞാൻ പോയി കുഞ്ഞിൻ്റെ അടുത്തിരിക്കുമ്പം അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ കഴിക്കും. അങ്ങനെ ഓരോരുത്തർ വീതം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഓരോരുത്തർ കഴിക്കാനേ പറ്റത്തുള്ളൂ, കാരണം അവൻ്റെ അടുത്ത് എപ്പോഴും ആരെങ്കിലും ഒരാൾ കർശനമായിട്ട് വേണം. ഇടയ്ക്ക് ഒരു മഴ പോലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഗോതമ്പ് ഉണക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് തിരിച്ച് വീട്ടിൽ പരിക്കകത്ത് കയറ്റി വെച്ചായിരുന്നേ. ഇപ്പോഴത്തെ വീണ്ടും നമുക്ക് വെയിൽ വന്നിട്ടുണ്ട്. അപ്പം അമ്മ പറഞ്ഞു നമുക്കതെത്തുന്ന വെയിലത്തോട്ടിടാമെന്ന്. ഇപ്പോൾ ഗോതമ്പ് എവിടെ നിന്നായിരിക്കും, അംഗനവാടിയിൽ നിന്ന് കിട്ടിയത് ഞങ്ങൾക്ക് ഗോതമ്പ്. ഉണ്ടോ, ഇഷ്ടം വേണ്ടിയുണ്ട്. എല്ലാ മാസവും കിട്ടും അല്ലേ മേ? ഉണ്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ ഇത് ഉണക്കിയിട്ട് പൊടിപ്പിക്കാമെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ അല്ലേ, ഗോതമ്പ് പൊടി കിട്ടും. നമുക്ക് ദോശ ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, അതെ ചപ്പാത്തി ഉണ്ടാക്കാം. ഇവിടെ ചപ്പാത്തിക്കാണ് ചിലവ്. അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് കണ്ടോ. നേരത്തെ തന്നെ കാറ് മൂടി കിടക്കുമായിരുന്നു, ഇപ്പോൾ വെയിലൊക്കെയായി. അച്ഛൻ വന്ന് അച്ഛൻ ടി വി കണ്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ടി വി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ വീട്ടിലെ അച്ഛന്മാർക്കും ഉള്ളതാണ് ടി വി കണ്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്ന ശീലം. അന്ന് കാണിച്ചില്ലേ പച്ചക്കറി നമുക്ക് കിട്ടിയായിരുന്നു വാർഡിൽ നിന്ന്, അതെല്ലാം നമ്മൾ വേണ്ട കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം പിടിച്ച് വരണം. ആര് ചൂണ്ടയിട്ടിട്ട് ഉണ്ട് അവിടെ, പിള്ളേർ ചൂണ്ടയിടുന്നുണ്ട്. അവന്മാർക്ക് വലിയ വരാൽ കിട്ടിയെന്ന് പറഞ്ഞു. അത് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഏട്ടാപ്പ് ചൂണ്ടയും കൊണ്ട് പോകാറുണ്ട്, പക്ഷേ ചൂണ്ടയും കൊണ്ട് മീൻ പോകാറാണ് പതിവ്. കണ്ടോ, ചെറുക്കന്മാരവിടെ നിന്ന് ചൂണ്ടയിടുന്നത്. എടാടാ തിരിഞ്ഞു നോക്കടാ. നമ്മുടെ കൊച്ചു പിള്ളേർ, അതെ നമ്മുടെ ഏരിയയിലെ ചെറിയ പിള്ളേരാണ് കേട്ടോ. കാര്യമായ ചൂണ്ടയിടലാണ്. ആണ്ടാണ്ടോ അവന് കൊളുത്തി, അവന് കിട്ടി. കള്ളമുണ്ടിയാണോ? കണ്ടോ, അവന് ഇഷ്ടം പോലെ മീൻ കിട്ടുന്നുണ്ട്.
ഓ അത് കണ്ട് അവൾ ഓടി വന്നു, കൊച്ചിക്ക് ഓടി വന്നു. അതെ ചെറുതോടി വന്നു. ഈ വട്ടത്തെ ചെറുക്കന്മാരാണ് അവര്, അതെ ചെറുക്കന്മാരല്ല പിള്ളേർ സെറ്റാണ്. അവരവിടെ വന്നുകൊണ്ട് ാണ് പരിപാടി. ഹായ് പറയടാ, വ്ളോഗിനകത്ത് വരും. ഞങ്ങളിവിടെ ഇട്ടു. അമ്മായി ഗോതമ്പ് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു നമ്മൾ ആദ്യം കൊണ്ടുപോയി ഇട്ടത്. അപ്പോഴാണ് മഴ വന്നപ്പോൾ, മഴക്കാറ് മൂടിയപ്പോൾ നമ്മൾ തിരിച്ചെടുത്തുകൊണ്ടിങ്ങി പോകുന്നത്. അപ്പം വെയിൽ വന്നപ്പോൾ അമ്മായി പിന്നെയും പറയുമോ അങ്ങോട്ട് കൊണ്ടു ചെന്നിടാൻ. അങ്ങനെ ഞങ്ങളുടെ ഉച്ച വരെയുള്ള പരിപാടി എല്ലാം തീർന്നിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞിരിക്കാനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൂ. അതൊക്കെ ചെയ്യണം. പട്ടിക്ക് ചോറ് കൊടുക്കണം. അവർക്ക് ചോറൊക്കെ വെന്തിരിക്കുന്നുള്ളൂ. കോഴിക്കാൽ വെന്തു, ഇനി ചോറ് വേകണം. കോഴിക്കാൽ നമുക്ക് തന്നെയാണല്ലോ കോഴിക്കാലല്ല കേട്ടോ, അവർക്ക് കോഴിക്കാൽ. അതെ, ഡെയിലി ചോറ് വെക്കണം, കോഴിക്കാൽ വേവിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. ഇന്ന് അവധി കിട്ടിയിട്ട് പണിയോട് പണിയേ ഉള്ളൂ എനിക്കില്ലേ. എല്ലാവരും ചോറൊക്കെ ഉണ്ട്. എല്ലാവരും ഒരു ഉച്ചയുറക്കമൊക്കെ പിടിക്കേ. ഞങ്ങൾ ഇനി ഞങ്ങളുടെ കുറച്ച് പരിപാടി കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കും ഒന്ന് കിടന്ന് ഉറങ്ങണം അല്ലേ അമ്മ ഇച്ചിരുന്നേരം. ഞങ്ങളൊന്ന് കിടക്കട്ടെ, വൈകിട്ട് ഉറക്കം കുറവാണെന്ന്. അപ്പോൾ നമുക്ക് വൈകുന്നേരം എന്താണെന്നുള്ളത് കാണാം. അപ്പം ഉച്ച വരെയുള്ള പരിപാടിയൊക്കെ ഏകദേശം ഖലാസ്. അപ്പം സന്ധ്യയ്ക്ക് വിളക്ക് കത്തിയിലൊക്കെ കഴിഞ്ഞു. കുളിച്ചു അതാദ്യം പറയണം അല്ലേ. കുളിച്ചു, വിളക്ക് കത്തിയില് കഴിഞ്ഞു. ഇനി പട്ടിക്ക് എല്ലാം ചോറ് മോനെ കൊടുത്തു വിട്ടു. പൂച്ചയ്ക്കും ചോറ് കൊടുത്തു. ഇനിയിപ്പം ഞങ്ങൾ ഇച്ചിരി ചായയും കൂടെ കുടിച്ച് പരിപാടി അവിടെ ഞങ്ങൾ തീർക്കും. അതായത് ഞാൻ അരി ഉഴുന്നുണ്ട്, വെള്ളത്തിലിട്ട് അതും കൂടെ ഒന്ന് അരച്ച് വെച്ചാൽ ഇന്നത്തെ പരിപാടി ഞങ്ങളെ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ചായ ഒക്കെ കുടിച്ചോ? നിങ്ങളൊക്കെ നേരത്തെ കുടിച്ചു വേണം. ഞങ്ങൾ 4 മണിയാകുമ്പം കട്ടൻ കാപ്പി കുടിക്കും. ചേട്ടന് കട്ടൻ അത്യാവശ്യമാണ്. ചേട്ടൻ 4 മണിയാകുമ്പോൾ കട്ടനിട്ട് കൊടുക്കും. പിന്നെ വൈകിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ഒരു 6, 7 ആകുമ്പോൾ ഞങ്ങൾ ബന്ധായതുകൊണ്ട് കടിയൊന്നുമില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ കാണുന്ന ഏട്ടൻ വരുമ്പോ എന്തെങ്കിലും പോവോ അല്ലെങ്കിൽ ഉള്ളിവിടെയോ കൊണ്ടുവരുന്നായിരുന്നു. ഒന്നുമില്ല, ബന്ധായി പോയത്ര. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ചിരുന്ന് ഞങ്ങള് ഇന്നത്തെ ദിവസം നിർത്തി. നാളെ രാവിലെ വീണ്ടും പരിപാടി തുടങ്ങണം. അതുകൊണ്ട് എല്ലാരും ചായയൊക്കെ കുടിച്ച് ചോറ് കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങേ.